ഇത്തരം ഒരു ആരോപണം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ചില ആളുകൾ ഒത്തുകളിച്ചു എന്നാണ് ടി.കെ. സുനിൽകുമാർ കേരള കൗമുദിയുടെ ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നത്. ഇത് നമ്മൾ പരിഗണനയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. രണ്ട്, ഇതിപ്പോൾ ഇന്നത്തെ പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു. ആ ഉത്തരവിൽ പറയുന്നത് പുലിപ്പല്ലാണോ എന്ന ശാസ്ത്രീയ പരിശോധന നടന്നിട്ടില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിൽ പറയുന്നത്. വേടൻ്റെ കയ്യിലുള്ള പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത് ശാസ്ത്രീയ പരിശോധനയിലാണെന്നും പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറയുന്നു. അപ്പോൾ പുലിപ്പല്ലാണെന്ന് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കാതെ എങ്ങനെയാണ് വനം വകുപ്പ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കിയത്, കസ്റ്റഡിയിൽ വെച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് മറ്റേതെങ്കിലും ഒരു സമൂഹത്തിലെ ഒരാൾക്കെതിരെ ഇത്തരം ഒരു നടപടിയിലേക്ക് കടക്കാൻ വനം വകുപ്പ് തയ്യാറാകുമോ? അപ്പം ജാമ്യം ലഭിക്കാവുന്ന കൈവശം വെച്ചു എന്ന വകുപ്പ് ചുമത്തുന്നതിന് പകരം പുലിയെ വേട്ടയാടി പുലിപ്പല്ല് കൈവശപ്പെടുത്തി എന്ന തരത്തിൽ മൃഗവേട്ട വകുപ്പ് ചുമത്തി കേസെടുക്കുകയാണ് യഥാർത്ഥത്തിൽ വനംവകുപ്പ് ഇവിടെ ചെയ്തത്. അതിലൂടെ 7 വർഷത്തെ അദ്ദേഹത്തെ പൂട്ടിയിടാനുള്ള, വേടനെ പൂട്ടിയിടാൻ സമ്പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ അകത്താക്കാനുള്ളൊരു ശ്രമമാണ് ഭരണകൂട ശക്തികളെ, പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് സവർണ ഒളിഗാർക്കിയുടെ നിയന്ത്രണത്തിലുള്ള ഭരണകൂട ശക്തി ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം. സത്യത്തിൽ ഇവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിരോധന നിയമപ്രകാരം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ ഫേസ്ബുക്കിലെ എഴുത്തല്ല നമുക്ക് വേണ്ട. ജോൺ ബ്രിട്ടാസ് MP-യുടെ എഴുത്ത് അത് ശ്ലാഘനീയമായ എഴുത്താണ് എന്നെനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, MP-മാരുടെ ഭാഗത്തു നിന്ന്, MLA-മാരുടെ ഭാഗത്തു നിന്ന്, മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഫേസ്ബുക്ക് പ്രസ്താവനകളല്ല നമുക്ക് ആവശ്യം. നടപടിയാണ് വേണ്ടത്. ഇത്തരം ഒരു കാര്യത്തിലേക്ക് കടന്ന വേടനെ ഇങ്ങനെ സമൂഹ മധ്യത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്ത, ആൾക്കൂട്ടാക്രമണത്തിന് വേണ്ടി വിട്ടുകൊടുത്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചുകൊണ്ട് സർക്കാർ മാതൃക കാണിക്കുകയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്.